നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് ഇതുപോലെ സ്പോഞ്ചിയോ അല്ലെങ്കിൽ വീക്കോ ആണോ? ഇതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാറായതാണ്. സോ വളരെ ഈസി ആയിട്ട് എങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം മാസ്റ്റർ സിലിണ്ടർ വരുന്ന 2 സ്ക്രൂ റിമൂവ് ചെയ്യണം. നല്ലൊരു ഇമ്പാക്ട് ഡ്രൈവറോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ യൂസ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. മാസ്റ്റർ സിലിണ്ടറിലുള്ള ഈ ഒരു പഴയ ഫ്ലൂയിഡ് ഒരു സിറിഞ്ചോ പമ്പോ വെച്ച് സക്ക് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കാലിപ്പറിന്റെ ബ്ലീഡിംഗ് വാൽവിൽ ഇതുപോലുള്ള ഒരു പൈപ്പ് കണക്ട് ചെയ്യണം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫ്ലൂയിഡ് വീണ് പെയിന്റ് ഡാമേജ് ആകാതിരിക്കാനാണ്. അടുത്തതായിട്ട് നമുക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണം. സോ ഇതിലൊരു മാർക്കിംഗ് ഉണ്ട്, ആ ഒരു മാർക്കിങ്ങിന്റെ അവിടെ വരെ മാത്രം ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുക. പമ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്യാപ്പോ അല്ലെങ്കിൽ റബ്ബർ സീലോ വെച്ചതിന് ശേഷം മാത്രം പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ലീക്കായി പെയിന്റ് ഡാമേജ് ആവും. ഇനി നമുക്ക് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മാസ്റ്റർ സിലിണ്ടറിൽ ഒഴിച്ച പുതിയ ഫ്ലൂയിഡിനെ കാലിപ്പറിൽ എത്തിക്കണം. അതുപോലെ തന്നെ കാലിപ്പറിലുള്ള പഴയ ഫ്ലൂയിഡിനെ വെളിയിൽ കളയണം. സോ പമ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ബ്ലീഡിംഗ് വാൽവ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. സോ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രേക്ക് ലിവറിൽ നിന്ന് കൈ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ബ്രേക്ക് ഫ്ലൂയിഡിൽ എയർ കയറും. ബ്രേക്ക് ലിവർ ടൈറ്റ് ആകുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനിലും കാലിപ്പറിലുമുള്ള പഴയ ഫ്ലൂയിഡും എയറും വെളിയിലേക്ക് വരും. അതേസമയം തന്നെ മാസ്റ്റർ സിലിണ്ടറിലുള്ള പുതിയ ഫ്ലൂയിഡ് ബ്രേക്ക് കാലിപ്പറിലേക്ക് എത്തും. ഇടയ്ക്ക് ഗ്യാപ്പ് മാറ്റി ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്യണം. കുറവാണെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ലൈനിൽ എയർ കയറും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ബ്രേക്ക് ലിവറിന്റെ പ്ലേ കുറഞ്ഞു വരും. ഇപ്പൊ ലിവർ ഏകദേശം ഹാർഡ് ആയിട്ടുണ്ട്. ഈ ഒരു പൈപ്പിൽ നോക്കിയാൽ അറിയാം ഫ്രഷ് ഫ്ലൂയിഡ് ആണ് വെളിയിലേക്ക് വരുന്നത്. ഈ ഒരു ഗ്ലാസ്സിലൂടെ നോക്കിയാൽ ഒരു മാർക്കിംഗ് കാണാം. ആ ഒരു മാർക്കിങ്ങിന്റെ ലെവൽ വരെ ഓയിൽ ഫില്ല് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഡസ്റ്റ് സീലിംഗ് ക്യാപ്പും വെച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. സോ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു വേസ്റ്റ് വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പെയിന്റ് ഡാമേജ് ആവും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യും. സോ ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും.